potato spring stick or dragon pate? പൊട്ടറ്റോ സ്പ്രിംഗ് സ്റ്റിക്ക് അല്ലെങ്കിൽ ഡ്രാഗൺ പൊട്ടറ്റോ അങ്ങനെയൊക്കെ പറയുന്ന പൊട്ടറ്റോ ആണ്, പൊട്ടറ്റോ ഫ്രൈ ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാനിന്നൊരു വീഡിയോ കണ്ടതാണ്, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്, ചെറിയ ചെറിയ പീസായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ രണ്ട് അറ്റവും ഇങ്ങനെ ചെത്തി മാറ്റാം കേട്ടോ. കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ബാമ്പു സ്റ്റിക്ക് ഇതിൽ കൂടെ ഇങ്ങനെ കയറ്റിക്കൊടുക്കാം. ബാമ്പു സ്റ്റിക്ക് ഇത്തിരി ബലമുള്ളതാണ്, വണ്ണമുള്ള ബാമ്പു സ്റ്റിക്ക് യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചെറുതായിട്ടൊന്ന് തിരിച്ച് കയറ്റാം. ഇപ്പോൾ ഇത് പുറത്തേക്ക് വന്നു. ഈ ടിപ്പ് ഇതിൻ്റെ ഈ ബ്ലേഡ് കണ്ടോ, ഈ ബ്ലേഡിൻ്റെ ഇടയ്ക്കേ കൂടി നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ബാമ്പു സ്റ്റിക്കിൻ്റെ ടിപ്പിൽ ആ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് കുത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കയറി പോകില്ല. ആദ്യം തിരിക്കുന്നത് ഒന്ന് അതിൻ്റെ അകത്തേക്ക് വന്നുപോയി, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. ഇതിപ്പോൾ ഗ്ലാസ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ തെന്നിപ്പോകുന്നത്. പിന്നെ ഞാനൊരു ക്ലോത്ത് ഇട്ടിരുന്നെങ്കിൽ അവിടെ താഴെ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊന്നും ആവാതെ ഇരിക്കുമായിരുന്നു, പിന്നെ ഇതുപോലെ തെന്നിയും പോകില്ലായിരുന്നു. സൈഡ് നോക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടും. ഇത് നമുക്ക് പയ്യെ ഇങ്ങോട്ട് ഇറക്കി കൊടുക്കാം. പയ്യെ ഇറക്കില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വിട്ടുപോയി കേട്ടോ. പയ്യെ ഇറക്കി കൊടുക്കാം താഴേക്ക്. എന്നിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെയും വിട്ടിട്ടുണ്ട്. ഇങ്ങനെ ലെയേഴ്സ് അകത്തി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക, അപ്പോൾ പൊട്ടിപ്പോവില്ല. ഇപ്പോൾ ഞാൻ തിരക്ക് പിടിച്ച് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് വളരെ സിമ്മിലിട്ടിട്ട് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തതിന് ശേഷം ഉപ്പോ മസാലകളോ ഇടും. വേറെ ഒന്നും ഡിപ്പോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്യും.